ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. മത്തായി 6:11. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം ഭൂമിയിൽ നിന്ന് തരണമേ. എന്നാൽ നമുക്ക് ആഹാരം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമാണ് നമുക്ക് ആവശ്യം, അതായത് ക്രിസ്തു. ഇത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വചനം ആത്മാവും ജീവനുമാണ്. അവയും കർത്താവിൻ്റെ അത്താഴവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം. ഇവിടെ കർത്താവ് തൻ്റെ ശ്രോതാക്കളോട് പറയുന്ന ആഹാരത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന ചിന്ത വളരെ ശ്രേഷ്ഠമാണ്. അന്നന്നത്തെ അപ്പത്തിൻ്റെ അവകാശം മാത്രമേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുള്ളൂ. നാളേക്ക് വേണ്ടി ഇന്ന് ചരതിച്ചു വയ്ക്കുന്നതെല്ലാം അപരൻ്റെ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇതിന് ഒരുപാട് ആത്മീകമായ വ്യാഖ്യാനങ്ങൾ വേണമെന്നില്ല. ഒരു സാധാരണ ചിന്തയിൽ സാമൂഹ്യമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ ഒരു ചിന്ത. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന ശേഖരിക്കുന്നത് അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ആ നേരത്തിന് വേണ്ടിയുള്ളത് അവർക്ക് എത്ര ആവശ്യമോ അത്രയും ഭക്ഷിക്കാം. നാളേക്കെന്ന് കരുതി ഇന്ന് എടുത്തു വെച്ചാൽ അത് ദുർനാറ്റം വരുമെന്ന് അവരെ മോശയിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അവർ മന്ന ശേഖരിക്കണമായിരുന്നു. ശേഷിപ്പിച്ചത് കൃമിച്ച് നാറി. അതിനാൽ നമ്മൾ ദിവസം തോറും പുതിയ ആത്മീയ ആഹാരത്തിനായി ദൈവത്തെങ്കിലേക്ക് നോക്കണം. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. ഇതെന്താണ് എന്നവർ ചോദിച്ച ചോദ്യമാണ് അതിന് പേര്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവനെ അറിയാത്തവർ ഇവൻ ആർ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഒരു ഉയർന്ന തരം സദാചാര മൂല്യം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഇന്ന് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഓരോ വിധത്തിലാണ്. WHO ഇറക്കുന്നതും യുനെസ്കോ ഇറക്കുന്നതുമൊക്കെ ഓരോ തരത്തിൽ നിന്നുകൊണ്ടാണ്. അടുത്ത സമയത്താണ് കേരളം അതിദരിദ്രരില്ലാത്തതാണ് എന്ന ഒരു പ്രഖ്യാപനമുണ്ടായത്. ഒരു പ്രഖ്യാപനം കൊണ്ട് ഇത് മാറ്റാവുന്നതല്ലല്ലോ. മറ്റുള്ളവരുടെ അവകാശത്തിന്മേൽ കടന്നു കയറാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ ഭൂമിയിൽ ദരിദ്രരാരും ഉണ്ടാവില്ല. ഓരോ മനുഷ്യർക്കും അവരുടെ ശരീരത്തിന് ആവശ്യമായ കലോറിയേക്കാൾ പെർ ഡേ ഇവിടെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഭൂമിയിൽ. എന്നാൽ ആ വിഭവങ്ങളുടെ വിതരണം സ്വാർത്ഥതയിൽ ഊന്നിയുള്ളതാകുമ്പോൾ അവിടെയാണ് ആർജിക്കൽ സംഭവിക്കുന്നത്. എല്ലാവരുടെയും നീഡിനുള്ളത് ഭൂമിയിലുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞു. എന്നാൽ എല്ലാവരുടെയും ഗ്രീഡിനുള്ളത് ഇല്ല. ആവശ്യത്തിനുള്ളതുണ്ട്, അത്യാഗ്രഹത്തിനുള്ളതില്ല.
ഇവിടെയാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേട്ടവരെ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല എന്ന് പോലും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തേക്കും നാളത്തേക്കും ഈ ഒരു മാസത്തേക്കും ഒരു 6 മാസത്തേക്കും അടുത്ത ഒരു വർഷത്തേക്കും ഒക്കെ ശേഖരിച്ചു വെക്കുകയും അല്ലെങ്കിൽ വാങ്ങാനുള്ളതെല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് വീണ്ടും അന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യാത്മകത ഈ വചന വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കർത്താവിൻ്റെ വാക്കുകളോടും ആഗ്രഹത്തോടും നീതി പുലർത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ആർജിക്കൽ സംസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ദൈവമേ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമുക്കാവശ്യമുള്ളത് ദൈവം തമ്പുരാൻ നമ്മൾ തരും. സേവിങ്സ് പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത്യാഗ്രഹവും ആർജിക്കലും മറ്റുള്ളവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ ഉപദേശങ്ങൾ അത് ആത്മീക ഭൗതിക തലങ്ങളിൽ കാത്തു സൂക്ഷിപ്പാൻ, സാമൂഹ്യ ജീവിതത്തിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകുന്നത് കൊണ്ട് സ്തോത്രം. പ്രതീക്ഷയോടെ അങ്ങയിലേക്ക് നോക്കുന്നു. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.